മന്ദാകിനിയുടെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെയായി അനാർക്കലി മരിക്കാർ ചേരുകയാണ്. വെൽക്കം അനാർക്കലി. ഹായ്. തിയേറ്ററിൽ നേരിട്ടുള്ള വരവാണോ? അതെ. സ്വന്തം പടം കണ്ടിട്ട് സ്വന്തം പടത്തെ കുറിച്ച് പൊക്കി പറയാൻ ഒരു അവസരം തരും. നല്ല പ്രതികരണമാണ് പ്രേക്ഷകർ പങ്കുവെച്ചത്. എന്ത് തോന്നി? ഉറപ്പായിട്ടും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് ഡബ്ബൊക്കെ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറെ എൻജോയ് ചെയ്തു. കുറെ ചിരിക്കാനുണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ് എനിക്കൊന്ന് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആൾക്കാർ ആ കോമഡീസും ആ സിറ്റുവേഷണൽ പരിപാടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് ആദ്യമായി ആ സിനിമ കാണുമ്പോൾ ഒരു അനുഭവം വേറെ തന്നെ ആയിരിക്കില്ലേ? അതിനെ കാര്യം നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കോമഡി ചിലപ്പോൾ വർക്ക് ആവത്തില്ല. വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ വർക്കാവും. അത് തിയേറ്ററിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ തിയേറ്ററിൽ സിനിമ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സർപ്രൈസസ്. എങ്ങനെ കയ്യടികൾ ഉണ്ടായിരുന്നോ പിന്നെ സിനിമയ്ക്കിടയിൽ? ഇപ്പൊ മുൻപ് തന്നെ അനാർക്കലി ഇപ്പൊ ഈ സിനിമയുടെ ലൊക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നായികയായി എത്തുന്നു എന്നുള്ളൊരു പ്രാധാന്യം, മറ്റൊന്ന് ഇതില് നർമ്മം എപ്പോഴും കൂടെയുള്ള ആളുകളാണ് കൂടെയൊക്കെ അഭിനയിച്ചത്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ലൊക്കേഷനിലുള്ള സിനിമയുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെ ആയിരുന്നത് കൊണ്ട് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറെ കോമഡിയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയൊക്കെ അടിച്ച് ആയിരുന്നു മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഷൂട്ടിംഗ് വാസ് ഓൾസോ വെരി മച്ച് ഫൺ. പിന്നെ നമ്മുടെ നായകൻ അൽത്താഫ് എല്ലാവർക്കും അറിയാം, ആളുടെ ഒരു പ്രസൻസിൽ ഭയങ്കര ഹ്യൂമറുണ്ട്. പുള്ളിയാണെങ്കിലും ഇടയ്ക്ക് വന്നിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഇപ്പം ചില സാധനങ്ങളൊക്കെ പുള്ളി കയ്യിൽ നിന്നിടും. പുള്ളിയുടെ കുറച്ച് മാനറിസംസും ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ പോലും കയ്യിൽ നിന്നിടും. അതിലൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു നിങ്ങളുടെ ചിത്രീകരണമൊക്കെ അല്ലേ? എൻജോയ് ചെയ്തു. ഇപ്പൊ അനാർക്കലി വന്ന ആനന്ദത്തിലെ കഥാപാത്രത്തിൽ നിന്ന് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ കുറച്ച് സിനിമകളെ ഉള്ളുവെങ്കിലും ആ കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ ഒരു പ്രീതി നേടിയിട്ടുള്ള നടിയാണ്. നല്ല രീതിയിൽ ആ കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചു എന്നുള്ളൊരു പൊതു അഭിപ്രായമുണ്ട്. അപ്പൊ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല, ഇന്നത് വേണം എന്നൊന്നുമില്ല. എനിക്ക് ഹാപ്പിയാണ്. അല്ലെങ്കിൽ സിനിമ നോക്കിയില്ലെങ്കിലും ക്യാരക്ടറിന് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നുണ്ടെങ്കിൽ, അല്ല എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ബോറാവാതെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കാറുള്ളൂ. പിന്നെ കുറേ പടങ്ങൾ ചെയ്ത് എനിക്ക് കുറേ അങ്ങനെ ഭയങ്കര ഫെമിലിയർ ആവണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്യുന്ന സന്തോഷം തോന്നുന്ന കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പൊ സുലേഖ മനസ്സിലായാലും പ്രേക്ഷകരിൽ നിന്ന് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നേടിയ പടമാണ്. അതിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു. ഇപ്പൊ എല്ലാ കല്യാണ വീടുകളിലും ചെന്നാലും അതിലൊരു പാട്ട് കേൾക്കാമായിരുന്നു നമുക്ക്. അങ്ങനെ അത് ആളുകൾ അത് ആ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അനാർക്കലി തന്നെയും നന്നായി പാട്ട് പാടും, എല്ലാ പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ പാട്ട് പാടാതെ വിടാൻ നമുക്കും കഴിയില്ല. ഈ സുലേഖ മനസ്സിലെ ഒരു പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലും പാടാൻ കഴിയും? അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ അരശിയം സുലേഖാവിൻ തണൈന്തവാരേ പരിശുദ്ധ തുകിഞ്ഞൊറി മാറല പോൽ പിരിശത്താലെ പൂത്ത കൽവിൽ പെടപ്പെടപ്പും കൽവിൽ പെടപ്പെടപ്പും അതിനാലേ അതിർപ്പങ്ങൾ തൊടി താളങ്ങളൊന്നായി വിളിച്ചെത്തും കല്യാണമായി കല്യാണമായി കല്യാണമായി. ഉഗ്രൻ. ഇപ്പൊ 2 സിനിമകളാണ്. ഈ സുലേഖ മനസ്സിലാണെങ്കിൽ ഒരു കല്യാണത്തിന്റെ കഥയാണല്ലോ. മന്ദാകിനി നമുക്ക് ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീലാണ് ഉണ്ടായത്. അപ്പൊ എന്താണ് ഈ കല്യാണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് പറയാൻ പറ്റുമോ ഇപ്പോ? അല്ല, മറ്റേതൊരു മുസ്ലിം കല്യാണം, ഒരു ഹിന്ദു കല്യാണം. അല്ലാതെ എൻ്റെ ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് സെയിം പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ ഒരു പാവം നാട്ടുംപുറത്തുകാരി കുട്ടിയാണ് ഇപ്പോൾ ഈ ഇവിടെ വരുമ്പോൾ അമ്പിളി എന്ന് പറയുന്ന കഥാപാത്രം. പിന്നെ ഒരു സിറ്റുവേഷൻസിലും സാഹചര്യങ്ങളിലും വ്യത്യാസമുള്ളതുകൊണ്ട് കുറച്ച് ചെറിയ അവിടെ ഇവിടെ ചെറിയ ഇപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ എന്തായാലും കഴിയില്ല. എപ്പോഴും പറഞ്ഞു കേട്ട് ക്ലീഷ ആയതായിരിക്കും. എങ്കിലും ഇപ്പോൾ അമ്മയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവായിട്ടുള്ളതാണ്. നല്ലൊരു നടിയാണ്. സഹോദരിയാണെങ്കിലും സഹസംവിധായികയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വീട്ടിൽ ഈ സിനിമയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമോ? പിന്നെ ഇഷ്ടംപോലെ. ഒന്ന് എൻ്റെ ചേച്ചി ഒരു പേപ്പർ ചെയ്തതും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു PhD ചെയ്തതും അതിലാണ്. പിന്നെ ഉമ്മായ്ക്കാണെങ്കിലും ഇതുപോലെ സിനിമയിൽ പണ്ടൊക്കെ സിനിമ കണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തും അല്ലാതെയും ഒക്കെ പോസ്റ്റ് ഇടുകയും അങ്ങനെ ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ സിനിമ പണ്ട് മുതലേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട്
ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ അതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ് നല്ലത് എവിടെയാണെന്നൊക്കെ നമ്മൾ 3 പേരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിലാണ് സിനിമയായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്.